ജോർജോസ് സാർ, കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ ദുരൂഹതയേറുകയാണ്. സാർ 2 ദിവസം അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തതാണ്. ഈ ഒരു സംഭവം അപകടമല്ല, ആസൂത്രിത കൊലപാതകമാണ് എന്നാണ് മരിച്ച കക്കറമുക്ക് സ്വദേശി സോനിയുടെ കുടുംബത്തിന്റെ ആരോപണം. കാർ കത്തിയത് മുതൽ സോനിയുടെ വിവാഹം വരെ കുടുംബത്തിന്റെ സംശയത്തിന് ഇപ്പോൾ കാരണമാകുന്നുണ്ട്. സാർ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ആസൂത്രിത കൊലപാതകമായി മാറുമോ? ഇത് തുടക്കത്തിൽ തന്നെ ഞാൻ സംശയിച്ചിരുന്നു. ഇത് കാരണം പലതും പൊരുത്തപ്പെടുന്നില്ല. ഇതൊരു ആസൂത്രിത കൊലപാതകമായിട്ട് തന്നെയാണ് എനിക്ക് തുടക്കത്തിൽ കേട്ടപ്പം മുതൽ തോന്നിയത്. കാരണം പല കാര്യങ്ങളും പരസ്പരം ചേരുന്നില്ല അതിനകത്ത്. ഒന്ന്, ഇയാൾ ഈ പെൺകുട്ടിയായിട്ട് ഓൺലൈനിൽ ബന്ധപ്പെട്ടാണ് രണ്ടുപേരും വിവാഹം കഴിക്കാനുള്ള. അതിനൊത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഇയാൾ വിവാഹം കഴിക്കാതെ മാറി. ആ സമയത്ത് ഇയാൾക്ക് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അതും ഓൺലൈനിൽ തന്നെ. ഈ കുട്ടിയെ തഴഞ്ഞിട്ട് മറ്റേ ആളെ വിവാഹം കഴിക്കാൻ അവർ ശ്രമിച്ചു. അത് ഈ പെൺകുട്ടി തടഞ്ഞു. ഈ പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ റെയിൽവേ ട്രാക്കിൽ ഒക്കെ പോയി ട്രെയിനിൻ്റെ മുമ്പിൽ ചാടാനൊക്കെ തീരുമാനിച്ചു. അങ്ങനെയൊക്കെ പോയപ്പോൾ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് കൊണ്ടുവന്നു. പിന്നീട് ഇവരുടെ വിവാഹം നടന്നു. മറ്റു പെൺകുട്ടിയുടെ ആയിട്ടുള്ള ബന്ധം ഇയാൾ വിച്ഛേദിച്ചെന്നാണ് പറയണം. ഇവർ ഓൺലൈൻ ബന്ധപ്പെടുന്നത് ഈ ഭർത്താവ് ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. അങ്ങനെയാണ് ഈ പെൺകുട്ടിയുമായിട്ട് ഓൺലൈനിൽ ബന്ധപ്പെടുന്നത്. അത് പിന്നെ പ്രണയമായി. അങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവരിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങി, സംശയമായി. അങ്ങനെ മറ്റൊരു പെൺകുട്ടിയെ ആയിട്ട് ഇയാൾക്ക് അടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ തുടക്കത്തിൽ തന്നെ കല്ലുകടിയാണ്, അല്പ ദുരൂഹതയൊക്കെ ഉണ്ട്. ഇയാൾ ഇങ്ങനെ ഒരു പൂമ്പാറ്റയെ പോലെ പലയിടത്തും തേനെടുത്തും സ്ഥലം വിടുന്ന വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നിർബന്ധപൂർവ്വം ആ പെൺകുട്ടിയെ ചതിക്കും എന്ന് മനസ്സിലാക്കിയതോടുകൂടി നിർബന്ധപൂർവ്വം ആ കല്യാണത്തിന് അയാൾ വഴങ്ങി. അങ്ങനെ സോണ ആ കല്യാണത്തിനകത്ത് സമ്മതിച്ച് അയാളുമായിട്ട് ഒന്നിച്ച് ചേർന്ന് താമസിച്ചു. 27 വയസ്സുള്ള ആ പെൺകുട്ടി കുടുംബജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇയാളുമായിട്ട് ചേർന്ന് താമസിക്കുകയും ഇയാൾ ഗൾഫിൽ പോയി മടങ്ങി വരികയും ചെയ്തു. കഴിഞ്ഞ 1 മാസം മുമ്പാണ് ഇയാൾ ഇവിടെ വന്നത്. അതിന് ശേഷമാണ് ഈ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. പെൺകുട്ടിയെ ഒഴിവാക്കാൻ തന്നെ ഇയാൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അയാൾ പറയുന്നതും ആ സംഭവത്തിൻ്റെ ഓരോ കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോഴും അതൊരു കൊലപാതകം തന്നെയാണ്. അതിലേക്ക് മേപ്പയൂർ പോലീസ് എത്തണം, അവരുടെ അന്വേഷണം ആ രീതിയിലേക്ക് നീങ്ങണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാർ, അവിടെ കാറിന്റെ മുൻഭാഗത്തോ പുറകുവശത്തോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നാണ് പ്രാഥമിക നിഗമനവും. ഇത് ഫോറൻസിക് വിഭാഗം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കാറിനുള്ളിലെ വയറിങ്ങിനും ഇന്ധന ടാങ്കിനും തകരാറുകൾ ഒന്നുമില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പും ഫോറൻസിക് വിദഗ്ധരും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. തീപിടുത്തമുണ്ടായത് കാറിന്റെ പിന്നിൽ നിന്നാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതെല്ലാം സംശയം വർദ്ധിപ്പിക്കുന്നതല്ലേ? നിലവിൽ കാർ കത്തിക്കാൻ മറ്റെന്തെങ്കിലും പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുമില്ല. അപ്പോൾ കാറിന്റെ ഉൾവശം മാത്രം എങ്ങനെ കത്തിച്ചു, അല്ലെങ്കിൽ എങ്ങനെ അവിടെ തീ പടർന്നു? ഇത് അയാൾക്ക് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ആ കാറിൻ്റെ ഡിക്കിക്കകത്തുനിന്നാണ് ഈ തീ പടർന്നത്. അതിനുള്ള ഒരു സാധ്യത ഡിക്കിയിലില്ലല്ലോ, നമുക്കറിയാം. അവിടെ എങ്ങും തീ പടരാനുള്ള ഒരു സംഗതിയില്ല. എൻജിൻ ഇരിക്കുന്നത് കാറിൻ്റെ മുൻവശത്താണ്, എ സി വർക്ക് ചെയ്യുന്ന കാറിൻ്റെ മുൻവശത്താണ്. പക്ഷേ ഫോറൻസിക് പരിശോധനയിൽ എൻജിൻ അല്ലെങ്കിൽ റേഡിയേറ്ററിൽ നിന്നും ഒരു തീ പടർന്നിട്ടില്ല, സേഫാണ്. അതേസമയത്ത് എ സിയിൽ നിന്ന് ഒരു ലീക്കോ അല്ലെന്നെങ്കിൽ അവിടെ നിന്നൊരു സ്പാർക്കോ അവിടെ നിന്നൊരു തീ ഉണ്ടായ ലക്ഷണം, അതൊക്കെ ഇൻടാക്റ്റ് ആയിട്ടാണ്. അപ്പോൾ മുൻവശത്തല്ല കത്ത് കൂടുതൽ വന്നിരിക്കുന്നത്, പിൻവശത്താണ്. അത് നാട്ടുകാർ ആദ്യം ഈ കാറ് കാണുന്നവർ പറയുന്നുണ്ട്, കാറിൻ്റെ ഡിക്കി ഭാഗത്തുനിന്ന് പുക വരുന്നു എന്ന് ദൂരെ നിന്ന് ഓടി വരുമ്പോഴേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ അതിൻ്റെ പുറകിൽ വന്നെന്നാണ് പറയുന്നത്. ഇവയുടെ വീടിൻ്റെ 2 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചിട്ട്
ഈ കാറ് കത്തിയ സ്ഥലത്തൊരു ആ റോഡിൻ്റെ സൈഡിൽ ഒരു ചാലുണ്ട്. ആ ചാലിനടുത്ത് വെച്ചാണ് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. കാറ് കത്തുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ബെൽറ്റ് എല്ലാവരും ഊരും. ബെൽറ്റ് ഊരി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തിറങ്ങും. ഡോറ് തുറക്കുമ്പം അതിനകത്ത് മറ്റാൾക്കാരുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ ഇവിടെ നാട്ടുകാർ വന്നപ്പം കാറ് കത്താൻ തുടങ്ങിയപ്പോൾ ഇയാൾ തീ പിടിച്ചിട്ടുണ്ട്. അത് ഇയാൾ ചിലപ്പം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇയാളുടെ ദേഹത്തുള്ള വസ്ത്രം തീ കത്തിക്കൊണ്ടിരിക്കുന്നു. അയാൾ പെട്ടെന്ന് ആ ചാലിലേക്ക് എടുത്ത് ചാടി തീ കടത്താൻ ശ്രമിച്ചു. നാട്ടുകാരും പറഞ്ഞ് അങ്ങോട്ട് ചാട്, കാരണം തീയെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, അടുക്കാൻ ഒക്കില്ല. ഇയാൾ വെള്ളത്തിൽ ചാടി ആണ് രക്ഷപ്പെട്ടത്. ആ രക്ഷപ്പെട്ട സന്ദർഭത്തിലാണ് ഇയാൾ അവിടെ കൂടിയവരോട് പറയുന്നത് പിന്നിലൊരാളുണ്ട് എന്ന്. അത് സ്വല്പം ഡിലേ ആയി. നമ്മുടെ ഭാര്യയോ മക്കളെയൊക്കെ രക്ഷപ്പെടുത്താൻ നമ്മൾ തന്നെ നമ്മുടെ ജീവത്യാഗം ചെയ്ത് ചിലപ്പം നമ്മൾ രക്ഷപ്പെടുത്തും. പക്ഷെ ഇവിടെ അതല്ല കാണുന്നത്. അയാൾ ആ നാട്ടുകാരോട് പറഞ്ഞ പണത്ത് മറ്റൊരാളുകൂടി ഉണ്ടെന്നുള്ള വിവരം. എന്നാൽ ആൾക്കാർ ഓടിക്കുടിപ്പോൾ ഇയാൾ വിളിച്ചു പറയണ്ടേ? അതിന് പകരം ഇയാൾ വെള്ളത്തിൽ ചാടി ഇയാളെ സ്വയം ജീവൻ രക്ഷപ്പെടുത്തുകയാണ്. ഭാര്യയുടെ കാര്യം ഇയാളും മറന്നുപോയ പോലെയാണ്. അയാളുടെ വസ്ത്രത്തിൽ തീ പിടിക്കുമെന്ന് ചിലപ്പോൾ അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ കേസിൻ്റെ സ്വഭാവം, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പം ഇയാൾക്ക് തീ പിന്നിൽ നിന്ന് വന്നപ്പം തീർച്ചയായിട്ടും അത് ഇയാളുടെ ഇൻവോൾവ്മെൻറ്റ് വന്നു കഴിഞ്ഞു. ഇയാളുടെ ദേഹത്ത് തീ പിടിക്കുമെന്ന് ഇയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതേ സമയത്ത് ആ കാറിൻ്റെ പിന്നിൽ ഇയാളുടെ ഭാര്യ കിടക്കുകയാണ്. അവൾ ആ കുട്ടിയെ 6-7 മാസം ഗർഭമുള്ള കുട്ടിയാണ്. ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് കൊണ്ടുവരികയാണെന്നാണ് ഇയാൾ പറയുന്നത്. ഏത് ഹോസ്പിറ്റലിൽ പോയെന്ന് പോലീസ് കണ്ടെത്തണം. കാരണം ഹോസ്പിറ്റലിൽ ഏതെങ്കിലും മരുന്ന് കൊടുത്തോ, ഹോസ്പിറ്റലിൽ പോയോ, അന്നാണോ പോയത്, ഹോസ്പിറ്റലിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ മരുന്ന് കിട്ടിയോ, ഇയാൾ വരുന്ന വഴിക്ക് എവിടെയൊക്കെ നിർത്തി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ഇയാളുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാൻ ഒക്കുള്ളൂ. വേറെ ആർക്കും അറിയില്ല അത്. കാര്യം ഇയാളുടെ ഭാര്യ മരിച്ചിരിക്കുന്നു. ആ കുട്ടിയുടെ മൊഴി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു മരിക്കുന്നതിന് മുമ്പ്. പക്ഷേ ഇയാൾ സ്വയം രക്ഷപ്പെട്ടു, വെള്ളത്തിൽ ചാടി എന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരാൾ പുറകെ കിടക്കുന്നുണ്ട്. അപ്പം കാറ് കത്തി അവരങ്ങ് നശിച്ചോട്ടെ എന്ന് ഇയാളുടെ മനസ്സിലുണ്ട്. അതിന് യാതൊരു സംശയമില്ല. ഇയാൾ കുറച്ചപ്പോൾ ലേറ്റായിട്ടാണ് ആ വിവരം വിളിച്ചു പറയുന്നത്. അപ്പോഴാണ് ആൾക്കാർ വന്ന് കാർ തുറക്കാൻ നോക്കി. ഇപ്പം കാറിൻ്റെ ബാക്ക് ഡോറ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് ഇയാൾ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്, ഇയാളായിരിക്കണം അത് ലോക്ക് ചെയ്ത്. എന്തുകൊണ്ടാണ് ഭാര്യ 6-7 മാസം ഗർഭവതിയായ ഭാര്യ അവരെ മുന്നിലിരുത്തിയില്ല, അവരെ പിന്നിൽ കിടത്തുകയായിരുന്നു. പിന്നിൽ കിടത്തിയപ്പം കാറിൻ്റെ ഡിക്കിയിൽ നിന്നാണ് സ്പാർക്ക് ഉണ്ടായത്, അല്ലെങ്കിൽ തീ ഉണ്ടായത്. ഇതൊക്കെ വളരെ സംശയാസ്പദമാണ്. അയാളുടെ സംസാരങ്ങളും പ്രവൃത്തികളും, അതിലേക്കാണ് ഇതൊരു മർഡറാകാനുള്ള സാധ്യത കൂടുതലായിട്ട് ഞാൻ കാണുന്നത്. ശരിക്കും സാർ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഒരു കാർ കത്തുമ്പോൾ സ്വാഭാവികമായും നമ്മൾ രക്ഷപ്പെടുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ ആ കാറിലുണ്ട് എങ്കിൽ അവരെ കൂടി രക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. വൻ സ്ഫോടന ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഈ കാറിനടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ കാറിന് പുറത്ത് സമീപത്തുള്ള തോട്ടിലായിരുന്നു റിജിൻ ഉണ്ടായിരുന്നത്. തീ പൂർണ്ണമായും അണച്ച ശേഷമാണ് കാറിനകത്ത് സോനിയുള്ള കാര്യം നാട്ടുകാരെ റിജിൻ അറിയിക്കുന്നത്. ഇതെല്ലാം ഈ ഒരു സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നില്ലേ? സോനിയുടെ മരണം ഉറപ്പുവരുത്താൻ ശ്രമിച്ചു റിജിൻ? കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ടോ? അങ്ങനെ സംശയിക്കാമോ? ഇല്ല, ഭർത്താവിൻ്റെ ആ സംസാരവും നാട്ടുകാരെ പിന്നിൽ കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഒരാൾ കിടപ്പുണ്ടെന്ന് പറയുന്നതൊക്കെ വളരെ ഡിലേ ആയി, ലേറ്റ് ആയിട്ടാണ്. അതിൻ്റെ അർത്ഥം കാറ് കത്തി അവരങ്ങ് മരിക്കട്ടെ, അവർ കത്തി നശിക്കട്ടെ എന്ന് മനസ്സിലുള്ളതുകൊണ്ടാണ് ആ രീതിയിൽ ഡിലേ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കാരണം അന്നേരം രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് ഇയാൾക്കറിയാം. ഇയാൾ ആത്മാർത്ഥതയുള്ള ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ ജീവനും തൻ്റെ ജീവനെ പോലെ വിലയുണ്ടെന്ന് ഉള്ള ചിന്തയുള്ള ആളായിരുന്നെങ്കിൽ കാറിന് തീ പിടിച്ചു എന്നറിഞ്ഞപ്പം ഇയാളുടെ ബെൽറ്റ് ഊരിക്കഴിഞ്ഞ ഉടനെ കാറ് ബാക്ക് ഡോർ ലോക്ക് ചെയ്തിരിക്കുകയെന്ന് അയാൾക്ക് അറിയാമല്ലോ.
അയാൾ അത് തുറന്ന് അയാൾ ചാടുകയല്ലേ വേണ്ടത്, ബാരിയർ. എന്നിട്ട് ഇയാൾ വന്നിട്ട് ആ ഡോറ് തുറന്ന് കിടക്കുന്ന ഡോറിൽ കൂടെ ബാരിയെ എടുത്ത് വെളിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. നാട്ടുകാർ വരുന്നതിന് മുമ്പ് അയാൾക്ക് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. അത് ചെയ്യാതെ ഇയാൾ കത്തിയത് വെള്ളത്തിൽ ചാടി. നാട്ടുകാർ വിചാരിച്ചു ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പക്ഷെ വെള്ളത്തിൽ ഇയാൾ രക്ഷപ്പെടുമെന്ന് ഇയാൾക്ക് തോന്നി. വെള്ളം കൊണ്ട് ഷർട്ടെല്ലാം നനഞ്ഞ് ആ വെള്ളത്തിൽ ഇയാൾ പൊങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് പിന്നിലൊരാൾ ബാക്ക് സീറ്റിൽ കിടപ്പുണ്ടെന്ന്. നാട്ടുകാർക്ക് അപ്പോഴാണ് അത് മനസ്സിലായേ. നാട്ടുകാർ വന്നവർ ചില പാത്രങ്ങളൊക്കെ സംഘടിപ്പിച്ച് വെള്ളം കോരി ഒഴിച്ച് നോക്കി. പക്ഷേ കാറ് അമിതമായ വേഗത്തിൽ കത്തുകയാണ്. അത് എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം രാത്രി 9:30 മണിയായ സമയമാണത്. കാരണം പകലല്ല ഇത്. പകലാണെങ്കിൽ കുറച്ചുകൂടെ കാറ് ഹീറ്റായെന്ന് വെക്കാം, പകലല്ല. ഇത് രാത്രി 9:30 മണിക്കാണ്. അത് തന്നെ വിജനമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ചിലപ്പോൾ ഇയാൾ എക്സ്പ്ലോസീവ് സാധനം വെച്ചിരിക്കാം. പക്ഷേ എക്സ്പ്ലോസീവ് സാധനങ്ങൾ അവിടെ ഉപയോഗിച്ചതായിട്ട് ഒരു എവിഡൻസ് ഫോറൻസിക് സയൻസിലുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അത് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനകത്ത് പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ വല്ല അംശങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഡിക്കിയിലായിരിക്കും വെച്ചിരിക്കുന്നത്. ഇനി അങ്ങനൊരു സാധനം ഈ പിൻ സീറ്റിൻ്റെ അടുത്ത് ബാരി കിടന്നതിനടുത്ത് വെച്ചിട്ടുണ്ടോ അതും നമുക്കറിയില്ല. അത് മുഴുവൻ കത്തിപ്പോയിരിക്കുന്നു ആ ഭാഗത്ത്. പക്ഷെ അത് കണ്ടെത്താൻ ഫോറൻസിക്ക് അവർ സസൂക്ഷ്മം അത് പരിശോധിക്കണം, അല്ലെ വീണ്ടും പരിശോധിക്കണം. പലവട്ടവും വേണേൽ ഫോറൻസിക്ക് ആ കാറ് പരിശോധിക്കണം. ആ പെൺകുട്ടിയുടെ ബാക്ക് സീറ്റിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഇയാൾ പെട്രോൾ കരുതി വെച്ചിരുന്നോ, അതിൻ്റെ ടിന്ന് ചിലപ്പം കത്തിപ്പോവും, അല്ലെങ്കിൽ കത്തിപ്പോകുന്ന പ്ലാസ്റ്റിക് കവറിനകത്ത് എന്തെങ്കിലും ആയിരിക്കണം ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അത് കൊല്ലണമെന്ന് ഉദ്ദേശിക്കുന്നവർ അത് നമ്മളെപ്പോലെ അത് ഒരു ടിന്നോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പെട്രോൾ ക്യാൻ ഒക്കെ വാങ്ങിക്കുമല്ലോ, അതൊന്നും ആയിരിക്കത്തില്ല. പ്ലാസ്റ്റിക് കവറിനകത്ത് വാങ്ങിച്ചു വെച്ചാൽ എന്താ കുഴപ്പം? അതിൻ്റെ ഒരു എവിഡൻസും കിട്ടില്ല, കത്തി അങ്ങ് പൊക്കോളും, പെട്ടെന്ന് കത്തുകയും ചെയ്യും. സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സ്ഫോടന ശബ്ദം കേട്ടു എന്നും പറയുന്നുണ്ട്. അത് ആൾക്കാർ ശബ്ദം കേട്ടിരിക്കുന്നു. പിന്നെ ആൾക്കാർ പറയുന്നത് പിന്നിൽ നിന്നാണ് പുകയും തീയും വന്നത്. അതൊക്കെ വലിയ സംശയാസ്പദമായ കാര്യങ്ങളാണ്. അങ്ങനെ ഒരിക്കലും വരത്തില്ലല്ലോ. അതിപ്പോൾ ഇയാൾക്ക് 10-60% പൊള്ളലുണ്ടെന്ന് പറയാൻ സംസാരിക്കാൻ പറ്റും. അയാളെ പോലീസ് മൊഴിയെടുക്കണം, എങ്ങനെ സംഭവിച്ചു എന്ന് ഇപ്പോൾ അയാളെ റെക്കോർഡ് ചെയ്യണം. അയാൾക്ക് എന്തെങ്കിലും അബദ്ധം വരുമോ ഇല്ലയോ നമുക്കറിയില്ല. എങ്കിലും അയാളെ ചോദ്യം ചെയ്തിട്ട് ഇപ്പം തന്നെ കണ്ടുപിടിക്കണം. ഇയാൾ ഏത് ഹോസ്പിറ്റലിൽ പോയി ഈ കുട്ടിയെ കൊണ്ട്, എന്താണ് അവർക്ക് മരുന്ന് അവിടുന്ന് പ്രിസ്ക്രൈബ് ചെയ്തത്, ആ മരുന്നിൽ എന്തെങ്കിലും ഇയാൾ കൊടുത്തോ, പെൺകുട്ടി പിൻസീറ്റിൽ അബോധാവസ്ഥയിലാണോ അല്ലെങ്കിൽ ഈ മരുന്നിൻ്റെ സെഡേഷനിലാണോ കിടന്നത് നമുക്കറിയത്തില്ല. ഇയാൾ ചിലപ്പം കൊടുത്തിരിക്കാം. ഇയാൾ വേറെ മരുന്ന് കരുതിയോ അല്ലെങ്കിൽ ടാബ്ലറ്റ് കരുതി ആശുപത്രിയിൽ നിന്ന് തന്നതാണെന്ന് പറഞ്ഞ് വരുന്ന വഴിക്ക് കൊടുക്കാമല്ലോ. അവരെ കൊല്ലണമെന്നാണ് ഉദ്ദേശമെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഈ കേസിൻ്റെ സ്വഭാവം നോക്കുമ്പം പൊതുവേ തീ കത്തലും ഇയാളുടെ പെരുമാറ്റവും ഒക്കെ സംശയാസ്പദമാണ്. അത് ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം അയാൾക്കാണ്. പക്ഷേ പ്രഥമ ദൃഷ്ടിയാൽ ഇതൊരു ആക്സിഡൻ്റൽ ഫയർ അല്ല, ഇതൊരു ഡെലിബറേറ്റായ ഫയറാണ്, തീ കത്തൽ അങ്ങനെ ഉണ്ടായതാണ്. അതെന്തുപയോഗിച്ച് കത്തിച്ചു എന്നറിയണം. കാരണം ഇയാൾക്ക് ഈ എക്സ്പ്ലോസീവ്സ് കാര്യത്തെപ്പറ്റിയോ അങ്ങനെയുള്ള ഇതിനെപ്പറ്റി വലിയ അറിവുണ്ടോ, അതോ ഇയാളുടെ മൊബൈൽ പരിശോധിക്കണം എത്രയും പെട്ടെന്ന് പോലീസ്. കാരണം മൊബൈലിൽ ഇയാൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. ഇയാളെ അവസാനം വിളിച്ചിരിക്കുന്ന ആര്, അയാളെ ആ ദിവസത്തെയും തലേ ദിവസത്തെയും വൈഫും 3-4 ദിവസത്തെയും വൈഫുമായിട്ടുള്ള ബന്ധം എന്താണ്. എന്തായാലും പ്രഥമ ദൃഷ്ട്യാ അവരെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഈ കാർ തീ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.